നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ യൂട്യൂബ് ചാനലായ ആമിനാസ് അടുക്കള എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും ആമിനാസ് അടുക്കളയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു 2 ചെറിയ ഏത്തപ്പഴം ഇരുന്നേ. ഏത്തപ്പഴം ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. ആ ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലെ കറുപ്പൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണേണ്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. ചെറിയ ഇഡ്ഡലി ചെമ്പാണേ. അപ്പോൾ ഞാൻ പഴം ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതിങ്ങനെ ഉടച്ചെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കല്ലച്ച് പോകും. അപ്പോൾ ഇത് കട്ട പോലെ വരും. അപ്പോൾ ഇത് കൈയോടെ തന്നെ നമുക്ക് ചൂടോടുകൂടി തന്നെ എല്ലാം, അതുകൊണ്ടാണ് അതിലെ കുരുവൊക്കെ അതിൻ്റെ തരിതരി പോലെ കറുത്തതില്ല, അതൊക്കെ കംപ്ലീറ്റ് ഞാൻ മാറ്റിയിട്ട് പുഴുങ്ങാൻ വെച്ചത്. അപ്പം ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, എന്നാലും ഞാൻ അതിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഇത് നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇതിൽ ഒരു ചെറിയ ബൗള് ഈ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ ഇത് കണ്ടില്ലേ, അതേ ബൗളിൽ തന്നെ 1/4 ബൗള് അരിപ്പൊടി കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പൊടി, പിന്നെ നമുക്കില്ലേ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ വെള്ളം പോരാ, ഇത് നമുക്കിതിങ്ങനെ കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഒരു ലേശം പാല്, അതൊരു 2 ടേബിൾ സ്പൂൺ വരെ ആവാം പാല്. ഇനിയിപ്പോൾ ഓരോ പൊടിയുടെയും പഴത്തിൻ്റെ അളവ് കണക്ക് പോലെ ഇരിക്കും. ഇതിപ്പോൾ ഇത് വലിഞ്ഞ് വരികയാണെങ്കിൽ ലേശവും കൂടി പാല് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കുഴച്ചിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഇതാക്കിയിട്ട് നമുക്കെടുത്തൂടെ വയ്ക്കാം. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് നല്ല പോലെ കുഴച്ചിട്ടുണ്ട്. ഞാനിതിൽ ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ചേർത്തിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഇതാക്കിയിട്ട് നമുക്കെടുത്തൂടെ വയ്ക്കാം. ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇതിവിടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ എടുത്ത് വെച്ചിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ നേന്ത്രപ്പഴം, പഴുത്ത പഴമെങ്കിൽ നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു ബോൾ എടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ, അപ്പം നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ലേശം കയ്യിൽ എണ്ണ തടയാൻ ഞാൻ നേരിയ എണ്ണ ഉണ്ടല്ലോ, നെയ്യ് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്യാതിരുന്നത്. ഒത്തിരി നീളം കൂട്ടുന്നില്ല, കണ്ട ഇതുപോലെ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്, കണ്ട. അങ്ങനെ ഞാൻ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കട്ടെ. വളരെ സിമ്പിൾ, കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെ എടുക്കട്ടെ. അപ്പം ഞാൻ ഇത്ര എണ്ണം ഇതേ അളവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഞാനിവിടെ ഒരു കുട്ടി കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ എന്താ പറയുക നല്ല നെയ്യോ
അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചെയ്യാം. ഞാൻ ഓയിലിലാണ് ചെയ്യുന്നത്. നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ദേ ഇതിങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയിലിടുമ്പോൾ മാത്രം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇവിടെ താൽക്കോറി നീ തന്നെയാണ് ഇതിൽ ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞെങ്കിലല്ലേ താക്ക, ശരിയല്ലേ? അതെ, ശരിയാണ്. അപ്പം ഇതിൽ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ അല്ലെങ്കിൽ ചെറിയ കടായി ആയതുകൊണ്ടിട്ട് കോരുമ്പോൾ പൊടിഞ്ഞു പോകരുതല്ലോ. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഞാനൊന്ന് എല്ലാം ഒന്നിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിലും അവർ പഴമൊക്കെ തിന്നാനായിട്ട് കൂടുതൽ നമ്മളെന്തും കുട്ടികൾ കഴിക്കാത്തവർക്ക് ഇപ്പോൾ ഇവിടെ റസൂനൊക്കെ ഞാൻ ഇങ്ങനെയാണ് പഴമൊക്കെ തീറ്റിക്കുക കേട്ടോ. അപ്പോൾ അവർക്കൊരു കുറച്ചും കൂടി ഇഷ്ടം തോന്നിക്കും. അപ്പോൾ ഇതെല്ലാ ഭാഗവും ഗോൾഡൻ കളറായിട്ട് വരട്ടെ. അപ്പോൾ ഇതിവിടെ എല്ലാ സൈഡും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതാണ്ട് കോരിയെടുക്കാം. കാണാൻ നല്ല മൊഞ്ചില്ലതാക്ക, കാണാൻ നല്ല സുന്ദരിയായിരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഇങ്ങനെ കോരിയെടുക്കുകയാണ്. പിന്നെ ഇതേ ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെങ്കിലും 3 സെറ്റാക്കിയിട്ടുണ്ട് വരും. നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ മോഡലോ എങ്ങനെ വേണമെങ്കിലും ആക്കാട്ടെ. ഞാനത് ഇങ്ങനെ ചെയ്തു എന്നത്ര ഇല്ല. ഞാനത് രണ്ട് സെറ്റായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളേ അല്ലേ. അപ്പോൾ ദേ എൻ്റെ പ്ലേറ്റൊക്കെ കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് പൊരിച്ചിട്ട് ഞാനങ്ങോട്ട് കോരിയെടുക്കട്ടെ. അപ്പോൾ ഇതും അങ്ങോട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടി അങ്ങോട്ട് കോരിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ പഴം കൊണ്ടുള്ള ഈ റെസിപ്പി കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ ചൂടുള്ളതുകൊണ്ടിട്ടാണ്. ഓ ചൂടാണേ ചൂടൊന്ന് ആറട്ടെ. അതെ കണ്ടില്ലേ, നമ്മുടെ പഴം അകത്തും പുറം നല്ല ക്രിസ്പി ഉണ്ടാ. ഒന്ന് നമ്മളെ പഴംപൊരി പോലെ തന്നെ, പക്ഷേ പഴംപൊരി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നേരെ മാവിലൂടെ മുക്കിപ്പൊരിക്കണേ. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെ ഒരു ഷേപ്പിലൊക്കെ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് കാണുന്ന ബെല്ലൈക്കനോളൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് നിങ്ങളുടെ എൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറയുന്നത് നിങ്ങളുടെ സ്വന്തം മാമിന താത്ത. ഓക്കെ ബൈ, താങ്ക് യു.